നമ്മൾ ഹംപി വിടാണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം ചിക്കമംഗ്ലൂർക്ക് പോവാം. ഹംപിയിൽ നിന്ന് ചിക്കമംഗ്ലൂർ. അപ്പോൾ അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള ഒരു യാത്ര. ഞാൻ നേരത്തെ എൻ്റെ നല്ലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ കാണാൻ ലിങ്ക് ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് മാത്രം ഹംപിയിൽ കയറാം. നമ്മളെവിടെയാണ്? കാടൂർ റെയിൽവേ സ്റ്റേഷൻ ഓഫ് ടു ചിക്കമംഗ്ലൂർ. നമ്മൾ കാടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിറങ്ങിയിട്ട് അവിടെ നമ്മൾ വീണ്ടും ചിക്കമംഗ്ലൂർക്ക് ട്രെയിൻ കയറി. അപ്പോൾ ചിക്കമംഗ്ലൂർ വന്നിറങ്ങി നമ്മുടെ KSRTC ബസ് എടുത്തിട്ട് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇന്നലെ KSRTC വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത്, കാരണം പിന്നെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ലോഡ്ജൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് ഇപ്പോൾ നമുക്ക് പിന്നെ വീഡിയോസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വന്ന് പറഞ്ഞാൽ കിട്ടി, പിന്നെ അങ്ങനെ തന്നെ വന്നവിടെ കിടന്ന് ഉറങ്ങി. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാട്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു ലോഡ്ജ് കിട്ടി. നമ്മൾ ഇന്നലെ വന്ന് കിടന്ന് ഉറങ്ങി. ഫുഡ് പോലും മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല. അപ്പം ഇനി റൂം ഞാൻ ഒന്ന് കാണിച്ചു തരാം. വലിയൊരു ഹാള്. ഈ ഹാളിൽ 2 ബെഡ്, കാരണം ഡബിൾ സൈസ് ബെഡും പിന്നെ സിംഗിൾ സൈസ് ബെഡും. ഇവിടെ ഒരു TV ഉണ്ട്, പക്ഷെ വർക്കില്ല. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്, ഇവിടെ ബെഡില്ല. ഇവിടെ ഈ സാധനം ചുറ്റിച്ചിരുന്നു. അതെ, നമ്മള് ചിക്കമംഗ്ലൂർ വന്നിട്ട് നമുക്ക് ഇവിടെ നമ്മൾ ശനിയാഴ്ചയാണ് വന്നത്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്കൊരു പരിപാടി നടക്കില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം വണ്ടികളില്ല, ടാക്സികളില്ല, ഒരു സാധനമില്ല. നമുക്ക് തിരിച്ചു പോകേണ്ടി വരും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭാഗ്യത്തിന് നമുക്കൊരു ഇവിടെ ഒരു ചിക്കമംഗ്ലൂരിൻ്റെ ഒരു ട്രാൻസ്പോർട്ട് ഒരു ബസ് കിട്ടിയിട്ടുണ്ട്. ഒരു 60 രൂപ കൊടുത്തെങ്കിൽ നമുക്കൊരു 5-6 സ്ഥലത്തേക്ക് പോകാനുണ്ട് പറ്റുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അതായിരിക്കും എൻ്റെ ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം മാറി ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാറുണ്ട്. 19 ഡിഗ്രിയാണ് ഇവിടുത്തെ നമ്മുടെ വെതർ വരുന്നത്. നല്ല തണുവുണ്ട്. ടൈം ഏകദേശം 10:45 പക്ഷെ ഇപ്പോഴും നല്ല തണുവുണ്ട്. വെയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല തണുവുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഇത് സംഭവം കണ്ട ഈ വിൻഡോ എന്ന് പറയുന്നത് ബാത്റൂമിൻ്റെ ഉള്ളിലേക്കുള്ള വിഷ്വലാണ് ഗൈസ്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഉള്ളിൽ കുളിക്കരുത് കാണാം. അതും ഗ്ലാസ് വിൻഡോ ആണ് വെച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും നമ്മുടെ ബാഗ് പാക്ക് ചെയ്തു, നമ്മൾ ഇറങ്ങാം. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പടാക്ഷേ ആൾക്കാരാ അയ്യോ ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് അന്നൻ്റെ ഒപ്പം യാത്ര ചെയ്ത് നമ്മൾ ബാഗ് ഇവിടെ വയ്ക്കാൻ പോണത്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച സ്ഥലം. ഏയ് ഫുള്ള് എടുക്കണം. ഇവിടെ നമുക്ക് 2 എക്സ്പോകളുണ്ട്. ദുബായ് എക്സ്പോ, പിന്നെ ഒരു ഷോപ്പിംഗ് മാളും. ദുബായ് ദുബായ് ഇവിടെ ഭയങ്കര പൈസ കുറവിന് എല്ലാ സാധനങ്ങളും കിട്ടും. കയറിയാലോ? കയറാം. നമുക്ക് തിരിച്ചു പറയുമ്പോൾ നമുക്ക് ടൈമില്ല. ഇവിടെ കുറേ വണ്ടികളുണ്ട് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്. എന്തൊരു തിരക്കണ്ട. ഇതിനാണ് പോകാൻ പോണേ. ഇതാണ് ഗൈസ്. തീരെ തിരക്കില്ലാത്തൊരു പാവം ബസ് ഗൈസ്. കേറ്. ബസ് വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണും. അതായത് ഒരു മാച്ച് ഇല്ലാത്ത കാലാവസ്ഥ, നല്ല വെയിലും കൊണ്ടാർത്താണോ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാട്ടോ അവിടെ. ആടാ എനിക്ക് ഊട്ടിയിലൊക്കെ പോകുമ്പോ തണുവുണ്ടാവും, പക്ഷെ ഇത് തണുത്ത് വെയിലാണ്, ഭയങ്കര വെയിലാ, പക്ഷെ ഭയങ്കര തണുവ്. അത് നല്ലൊരു രസമുള്ള കാലാവസ്ഥ. തണുവേണ്ട
ആടാ വല്ല ഫുഡ് അടിച്ചിട്ട് വിശക്കണ്. വെയിലെന്താണ് അവിടെ മിക്സ് ആവണില്ലല്ലേ? ചൂട് ചായ ഐസും കട്ടയും പോലെയുണ്ട്. SMS എന്ന് പറഞ്ഞ വണ്ടിയിലാണ് നമ്മൾ വന്നത്. ആ വണ്ടിയിലത്തെ ആൾക്കാരാണ്. ഇതിൽ കൂടുതൽ ലോക്കൽസ് ആണ് കേട്ടോ. നമ്മുടെ പോലത്തെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ട്രിപ്പ് വന്നതായിട്ട് കുറച്ച് ആൾക്കാരുള്ളൂ. ഇവിടുത്തെ സ്ഥിരം റൂട്ട് വണ്ടിയാണ്. വൈകിട്ട് 5 മണിക്ക് എടുക്കുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് കാരണം നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈമാണ്. സംഭവം വൈബാണ് കേട്ടോ. ഇവിടെ നമുക്ക് വെജ് ഫുഡ് മാത്രമേ കിട്ടും. നോൺ വെജ് ഫുഡ് ഉണ്ടാവില്ല. ഫുൾ വെജിറ്റേറിയൻ ഫുഡുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല കാറ്റുണ്ട്. അതെ 1:30 ടൈം. പക്ഷെ പുറത്ത് നല്ല വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പാണ്. നമ്മളിപ്പോൾ ഫുഡ് അടിക്കാനായിട്ട് മാഗിയാണ് പറഞ്ഞത്. ഇവിടെ ബാക്കിയൊക്കെ എന്നിട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. മാഗി എഗ് മാഗിയാണ് പറഞ്ഞത്. നമ്മൾ മാഗിയാണ് പറഞ്ഞത്. ടേസ്റ്റ് ഉണ്ട് പക്ഷെ ക്വാണ്ടിറ്റി ഇല്ല. അടുത്തത് ചായ. കുഞ്ഞു ഗ്ലാസ്. ചായ നല്ല ഗൈസ്. പാസ്തയാണ് പറഞ്ഞത്. ഇതാണ് പാസ്ത. എങ്ങനെ ഉണ്ടാ കഴിക്കും. പക്ഷെ വിശപ്പ് മാറില്ല ഗൈസ്. നമ്മളെന്തെങ്കിലും ഒരു പ്രാവശ്യം ഒരു സാർ കൂടി പറയേണ്ടി വരും. നമ്മളിവിടെ ഒരു അമ്പലം കണ്ടു ഗൈസ്. ശിവ ഗുഹ ടെമ്പിൾ എന്ന് പറഞ്ഞു. അതിന്റെ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണും എടുത്തില്ല, പിന്നെ ഷൂസ് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ നമ്മളോട് കയറിയില്ല. ഇറ്റ്സ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഇൻ ദ കർണാടക. കർണാടകയിൽ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ കുറച്ച് സ്ഥലം. ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മളോട് സ്നേഹമുണ്ട്, പാസ്സുണ്ട്. വളരെ നല്ല സ്നേഹം. ഇവൻ കൊണ്ടുവരാട്ടോ. ഇവനെ മൈൻഡ് ചെയ്യണം. നോക്കി വെച്ചോ. അവൻ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ താഴെ കമന്റ് ചെയ്യാം. നമ്മള് ജീപ്പിൽ പോകുമ്പോഴാണ് ഗൈസ്. ജീപ്പില് കയറിയേക്കാണ് ഗൈസ്. അറ്റത്തിരിക്കാനുള്ള തല്ലൂട്ടാണ് ഗൈസ്. എവിടെങ്കിലും ഇരിക്കണം ഗൈസ്. നമ്മൾ വീണ്ടും ജീപ്പ് മാറി. അവിടെ കാണുന്ന ജീപ്പ് വേണ്ട, ഈ ജീപ്പിലാണ് നമ്മൾ കയറാൻ വിചാരിച്ചു. പക്ഷേ ഇതിൽ എല്ലാവരും നമ്മൾ കൊണ്ടില്ല. അതുകൊണ്ട് നമ്മൾ ഈ ജീപ്പിൽ കയറിയേക്കാം. ഇത് മഹീന്ദ്രയുടെ തന്നെ മറ്റേ ബൊലേറോ ജീപ്പായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. നമ്മുടെ സൂപ്പർവൈസർ മുന്നിലിരിക്കുന്നുണ്ട്. നമ്മുടെ യാത്ര തുടരുകയാണ് മച്ചന്മാരെ. നമ്മളപ്പോ അങ്ങനെ ഗൈസ് നമ്മൾ ഇതിന്റെ മുകളിൽ ഇവിടെ വന്ന് നമ്മളെ ജീപ്പുകാരൻ ഡ്രോപ്പ് ചെയ്ത് ഇനി നമ്മൾ വേണം പോയി കാണാൻ. ഇവിടെ കുറെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പോ അടയ്ക്കുന്ന വെള്ളച്ചാട്ടത്തേക്കല്ലേ? ഇത് കുഞ്ഞൊരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് നോക്കാം. $5 നമുക്ക് ടിക്കറ്റിന് തന്നെ. അതെ, $5 ടിക്കറ്റ് കൊടുത്തിട്ട് നല്ല. എന്താ പേടിപ്പിക്കോ? ഒരു കുരങ്ങൻ വന്ന അവന്റെ കോൺ എടുത്തോണ്ടായി ഗൈസ്. നിറച്ച് കുരങ്ങന്മാരാണ്. ചിലപ്പോ ഫോണൊക്കെ പോകും. സൂക്ഷിച്ചു പിടിച്ചു. അല്ല അടിപൊളി അടിപൊളി. Came in and you're looking like a sign of grace. I know, but I can never match your name or face. My
fall. I didn't notice it was out of place. You painted fairy tales on the wall. Calling to the better of the halves of me. Please show me just a little bit of honesty. I'd hope I got a heart that I can salvage, but it's getting harder now to recall. I know well what let out both dry. You could have anything you wanted, anything you wanted, it all for your fool's gold. And I know. എന്താലേ നമ്മളവിടെ ആ ഒരു വ്യൂ പോയിന്റിൽ പോയി നിന്നിട്ട് പുളകം കൊള്ളുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് മറ്റൊരു കാഴ്ച കണ്ട്. വേറൊരു വ്യൂ പോയിന്റിൽ പോയിരിക്കുന്നു. റിസ്ക്കാണ് പക്ഷെ അങ്ങോട്ട് പോണം വാ. വൈബ് സീൻ വൈബ് അടിപൊളി സ്ഥലല്ലേ. നമുക്ക് ഗൈസ് ഇപ്പൊ നിങ്ങൾ ഞങ്ങളെ കൂട്ടാണ് ഇവിടെ വന്നിരിക്കുന്നു. എന്താ എനിക്കൊരു കാര്യം ഉറപ്പായി, ഞാൻ ഒരു 3-4 കിലോ കുറഞ്ഞിട്ടുണ്ട്. Nice. 18 ഡിഗ്രി സെൽഷ്യസ് നല്ലതാണ്. നമ്മളോട് ഐസ്ക്രീം വാങ്ങാൻ പോകും. വാടാ അക്ഷയ്ക്ക് എന്തിട്ടത് ഇതാണ് 30 രൂപ മാറ്. വീണ്ടും പറ്റിച്ചു വയസ്സ് നമ്മളടുത്ത 10 രൂപ ചോക്കോബാറോട് 30 രൂപ 10 രൂപ പോലും ഇല്ല. 5 രൂപയ്ക്കുള്ള നല്ലതാണ് ഇപ്പത്തെ ഐസ്ക്രീം. അടിപൊളി. എല്ലാവർക്കും നീതി വെച്ചാ തണവ് നല്ല ഐസ്ക്രീം. കുടുങ്ങിയ സാധനം കണ്ടു. കാണിച്ചത് കുപ്പിന്ന് കാണിച്ചത് ബിന്ദു ഫിസ് ജീര. നമ്മുടെ ജീരക സോഡയിൽ ഇത്തിരി ഉപ്പും പിന്നെ ഈ ഹജ്മോല എന്ന് പറഞ്ഞുള്ള സാധനമുണ്ട്. അത് രണ്ടും ഇട്ട എങ്ങനെ ഉണ്ടാവും ആ സെയിം ടേസ്റ്റ്. അതാണ് ഇതിലുള്ളത്. ഞങ്ങൾക്ക് ഇഷ്ടമില്ല, പക്ഷെ ദീപ് പോണെന്ന് ഇഷ്ടമായി. അല്ല ഇവനല്ല കേട്ടോ, ആ പച്ച ബിരിയാണി. ഹെൽത്തി കോപ്പണ് ഹെൽത്തി ഹജ്മോല ഇട്ടിട്ട്. Protein and very energetic, like what we drink in nutritious, and also it's a very good for health. Okay. Like glucose. Glucose is the most ingredient in the Bindu Jeera. ഇത് ആര് പറഞ്ഞു എന്നോട്? It's a Google knowledge. ഇതെന്തോ ഹെർബ്സ് ഒക്കെ യൂസ് ചെയ്തുണ്ടാക്കിയിട്ടുള്ള എന്തോ ഓയിലും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇവിടെ. എന്തിനാന്ന് മനസ്സിലാവണില്ലേ. ഇവിടെ ഇതുപോലത്തെ കുറെ കടകളുണ്ട്.
എന്നിട്ട് കഞ്ചാവല്ലടാ കൊള്ളിയിലല്ലേ ഇത് പോലെ കുറെ കിഴങ്ങുകളും പച്ചമരുന്ന് കടകളാണ് ഇവിടുത്തെ മെയിൻ. പച്ചമരുന്ന് കടന്ന് പറയാം. പിന്നെ ഒരു അസുഖത്തിനൊക്കെയുള്ള ഓരോ പൊടികളും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ എന്തൊരു സാധനം? മരത്തിന്റെ നല്ല ഇതായിരിക്കും, വൈദ്യന്റെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ വല്ല മറ്റേ എന്താ പറയാ പ്രാർത്ഥിക്കണം സംഭവത്തെ. ഇതിന് ടേസ്റ്റ് നല്ല ടേസ്റ്റ് മണാണോ? ഇത് മണ്ണിടിച്ചിട്ടൊന്നും വേണമായിരിക്കില്ലേ? നമ്മുടെ റൈഡറാണ്, മെയിൻ ആളാണ് പുള്ളി. പവർ അയ്യോ അവിടെ ഇരുന്ന് ഓടി ഡ്രൈവർ ചേട്ടൻ പൊളിയാണ്. ഓഫ് റോഡ് കിങ്. കണ്ട സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ കണ്ട ഗൈസ്, നമ്മുടെ അടുത്ത് സീ പോയിന്റ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക് എത്താണ്. ഇവിടെ കുറെ സ്റ്റുഡൻസ് ഉണ്ടെന്നാണ് പറയണത്, നമ്മുടെ കേരളത്തിലത്തെ. കുണ്ടി പറിച്ചിരിക്കുന്ന ഞങ്ങള് നോക്കുമ്പോണ്ട് അവിടെ പോയിട്ട് ഒരുത്തിരിക്കുന്നേക്ക് അവിടെ പോയിട്ട് ഷൂസൊക്കെ കെട്ടി വൈബ് അടിച്ചിട്ട് അവിടെ നെറ്റ് കയറിയിരുന്നു. നമ്മള് ചിക്കമംഗളൂർ കാഴ്ചകൾ അവസാനിപ്പിച്ചിറങ്ങുകയാണ്. എന്തോ മിസ് ചെയ്യണ പോലെ ഒരാഴ്ച നമ്മൾ ഒരുമിച്ചായിരുന്നു, വൈബ് അടിച്ചു. ഇപ്പൊ അവസാനിപ്പിക്കുകയാണ്, തിരിച്ചു പോവാണ്. അവസാനിച്ചിട്ടില്ല, ഇനിയും ഒരു ദിവസം കൂടി നമുക്ക് കൂടി ഉണ്ടാവും. ബട്ട് അത് സ്ഥലങ്ങൾ കാണാനൊന്നുമില്ല, ട്രെയിനിലായിരിക്കും. ട്രെയിനിലും നമ്മുടെ യാത്രയിലും. പക്ഷെ ആ യാത്രയിലും നമ്മൾ മെമ്മറി ഉണ്ടാക്കും. അതാണ് അയ്യോ പിരിയിലെ കൂട്ടുകാര് പാടാറായിട്ടില്ല, എക്സാം വരുന്നുണ്ട്. എക്സാം നിന്റെ ആരോന്ന് എഴുതും? എക്സാം ഉണ്ട് ഗൈസ്, അത് കഴിഞ്ഞാൽ നമുക്ക് പിരിയിലെ കൂട്ടുകാര് പാടാം. അപ്പൊ ഇനി ഞങ്ങള് ഈ ഓഫ് റോഡിങ്ങും ട്രാവലും കഴിഞ്ഞിട്ട് ബാഗ് ഇരിക്കുന്നിടത്തുനിന്ന് വെച്ച് കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊന്ന് ഇപ്പോൾ ഗൈസ് നമ്മള് തിരിച്ച് റൂമിലേക്ക് വരുന്ന വഴിക്ക് നമ്മളൊരു അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടു. സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുന്നൊരു സ്ഥലം. നമ്മൾ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങാന്ന് വെച്ചിട്ട് കയറിയതാ. ഇത് ഞാൻ ഒന്നും എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എന്താ, ബാക്കിയൊന്നും വൃത്തിയില്ല. ഞാൻ ഇത് ഒരെണ്ണെടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, വേറെ ഇഷ്ടം പോലെ സാധനങ്ങൾ. വീട്ടിലേക്ക് വേണ്ട കളിപ്പാട്ടങ്ങളും കാര്യങ്ങളെല്ലാം അതായിട്ട് ഇവിടെ കീ ചെയിനുകൾ. പക്ഷെ എനിക്കവിടെ ഇഷ്ടമല്ല. പിന്നെ ഈ സാധനം എടുത്തിട്ടുണ്ട്, അത് എനിക്കിഷ്ടം. ഇത് എടുത്തറ വല്ല പിള്ളേർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതെടുത്തോ. ഷർട്ട് എൻ്റെ പാപ്പൻ്റെ മോൾ കൊടുക്കാൻ ഒന്ന് പറഞ്ഞേ. നമ്മളേ സാധനങ്ങൾ നേരത്തെ കാണിച്ചിരുന്ന കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് ഒരു കോഫി കട കണ്ടു, റൈസ് അപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ കയറി ജസ്റ്റ് 2 ചായയിലൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. നല്ല കട്ടിയാണ്, പക്ഷെ നല്ല സാധനമാണ്. നമ്മൾ ടെസ്റ്റ് അടിക്കാനായിട്ട് കുറച്ച് 2 ചായ പറഞ്ഞിട്ടുണ്ട്. ചായ അല്ല, ഗ്രാൻഡ് ഫിൽറ്റർ കോഫി. 50 രൂപയാണ് റേറ്റ്. സാധനം അങ്ങനെ ഗ്രാൻഡ് ഫിൽറ്റർ കോഫി എന്ന് പറയുന്ന സാധനം ഒന്ന് കുടിച്ചോട്ടെ. വളരെ സംഭവം വരുന്നത് കോഫി ഉണ്ടാ, ഇത് ഗ്രാൻഡ് ഫിൽറ്റർ കോഫി എന്ന് പറയുന്ന ഐറ്റം. മധുരം ഉണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടു. നമ്മളവിടെ നിന്ന് ഒരു കോഫി മേടിച്ചു. ഇതിന് 50 രൂപയാണ് കോഫിക്ക്. ഇതിൻ്റെ ചെറിയ ഷോട്ടുകളുണ്ട്, 20 രൂപ 10 രൂപ അങ്ങനെ ഷോട്ടുകളുണ്ട്. നമ്മളവിടെ വന്നിട്ട് വെറൈറ്റി ഗ്രാൻഡ് ഫിൽറ്റർ കോഫി എന്ന് പറഞ്ഞപ്പോൾ വെറൈറ്റി നോക്കി മേടിച്ച അടിപൊളി കോഫി, ഒന്നും പറയില്ല. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, വയറെന്ന് അറിയത് ഒരെണ്ണം കുടിച്ചു കഴിഞ്ഞാൽ.
ഫ്രണ്ട്സ് നമ്മുടെ ഈ ട്രിപ്പ് നമ്മളോട് വെച്ച് അതിൻ്റെ ആണ്. അപ്പൊ ഈ ട്രിപ്പിൽ നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗണ്ട് പോയി, കുറെ പേരുടെ ചെവിയും പോയി, നീരീച്ച, പനി, അങ്ങനെ ഇത്രയും ഗിഫ്റ്റുകളോട് കൂടി നമ്മൾ ഈ ട്രിപ്പോടെ വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ ബാംഗ്ലൂർ വഴി ഹംപി വഴി ചിക്കമംഗ്ലൂർ പോയി തിരിച്ചുകൊടുത്തിരിക്കുകയാണ്. അവിടെ പോയി തിരിച്ചു വന്നിരിക്കുകയാണ്. ട്രിപ്പ് കഴിഞ്ഞു, ഫുൾ കഥം. അപ്പൊ ഇനി അടുത്ത ട്രിപ്പിനാണ്.